ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മൂന്നാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആട്ടുതൊല്ലിട്ട് കുറച്ച് ചെന്നായിക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ച് പേര് അതിന്റെ ഇടയിൽ കൂടെ എന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റ്സ് ഇടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ ആട്ടിൻതൊല്ലിട്ട ചെന്നായിക്കളോടാണ് പറയുന്നത്, ആ വ്യക്തി ഞാനല്ല. ഞാൻ കൊടുത്ത ഫ്രീഡമാണ് നിങ്ങൾ കണ്ടത്, ആ കാണുന്നത് ഒരു പരിധി വരെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്നോടൊപ്പം ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നതും ഡാൻസ് ചെയ്യുന്നതും അദ്ദേഹം അഭിനയിക്കുന്നതും സീരിയലിൽ അഭിനയിക്കുന്നതും ഒക്കെയായ, അതായത് ഒരു സാധാരണ മനുഷ്യന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അതൊക്കെയാണ്. അപ്പം സജിന ഫിറോസ് വിഷയം കൊഴുക്കുകയാണ്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാം. ഫിറോസ് ഒരു വീഡിയോ ഇടും, സജിന അടുത്ത വീഡിയോ ഇടും. അപ്പോൾ സജിന ഓരോന്നോരോന്നായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിട്ട് കുറേ ടൂർ പോയതും രണ്ടുപേരും പരസ്പരം സിഗരറ്റ് കൈമാറി വലിച്ചെന്നും കൈപിടിച്ച് ഉമ്മ വെക്കുന്നത് കണ്ണാടിയിൽ നിന്ന് കണ്ടു എന്നൊക്കെ സജിന വെളിപ്പെടുത്തുകയുണ്ടായി. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു വിഷയം എടുക്കാൻ കാര്യം, ഈ ഫിറോസ് പറഞ്ഞ ഈ ഒരു വാക്ക്, ഫിറോസ് കൊടുത്ത ഈ ഇൻ്റർവ്യൂവിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. കാരണം ഈ ഫിറോസ് സജിന വൈഫായിരുന്നപ്പോൾ സജിനയ്ക്ക് കൊടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞു. അല്ല, അതെന്താ, ഫിറോസിൻ്റെ അടിമയായിരുന്നോ ഈ സജിന? ഞാൻ കൊടുത്ത സ്വാതന്ത്ര്യം കൊണ്ട് ബിഗ് ബോസിൽ പോയി, ഞാൻ കൊടുത്ത സ്വാതന്ത്ര്യം കൊണ്ട് സീരിയലിൽ അഭിനയിച്ചു, അങ്ങനെ ഞാൻ കൊടുത്ത സ്വാതന്ത്ര്യം അതെന്താ സജിന ഒരു കൂട്ടിലടച്ച കിളിയാണോ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. അത് കേട്ടപ്പോൾ എനിക്ക് ഒന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. ഈ കുറച്ച് ആണുങ്ങളുണ്ട്, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ഭാര്യ എന്ത് ചെയ്യണമെങ്കിലും അവിടെ പോകണമെങ്കിലും ഇവിടെ പോകണമെങ്കിലും ഒക്കെ ഈ ഭർത്താക്കന്മാരുടെ അനുവാദം മേടിക്കണം. അവരുടെ അനുവാദം യെസ് എന്ന് മൂളിയാൽ മാത്രമേ പോകാൻ സാധിക്കൂ, ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെയുള്ള ഒരു നിയമം കടുംപിടുത്തം പിടിക്കുന്ന ആ പഴയ കാലത്തെ ആ ഭർത്താക്കന്മാർ ഇന്നും ഉണ്ട് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അനുവാദം വേണോ ഒരു സ്ത്രീക്ക് ഒരു ജോലി ചെയ്യാനായിട്ട്? ഇപ്പം ഞാൻ എന്ത് ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലേ? ഇപ്പം ഞാൻ പഠിച്ച അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു തൊഴിലാണ് ഞാൻ സ്വീകരിക്കുന്നത്. പക്ഷെ ഭർത്താവിനാണേലും ഭാര്യയ്ക്കാണേലും നോക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. വഴിപിഴച്ച് തെറ്റായ മാർഗത്തിലൂടെ പോകുന്നുണ്ടോ, മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അവിടെ ഭർത്താവിന് ചോദ്യം ചെയ്യാം, ഭാര്യയ്ക്ക് ചോദ്യം ചെയ്യാം. ഭർത്താവാണ് അങ്ങനെ മോശപ്പെട്ട രീതിയിൽ നടക്കുന്നു, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തീർച്ചയായിട്ടും അവിടെ ചോദ്യം ചെയ്യാം. അതേപോലെ തന്നെ ഭാര്യ മോശപ്പെട്ട രീതിയിൽ തെറ്റായ രീതിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഭർത്താവിനും ചോദ്യം ചെയ്യാം. പക്ഷെ ഒരിക്കലും ഭർത്താവിനെ എൻ്റെ അനുവാദമില്ലാതെ ഭർത്താവിന് പോകാൻ പറ്റില്ല, ഭർത്താവിന് അവിടെ പോകാൻ പറ്റില്ല, ഭർത്താവിന് ഇവിടെ പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതേപോലെ തന്നെ ഭാര്യയുടെ കാര്യം, ഭാര്യയെ ഞാൻ വിട്ടില്ലേ, ഞാൻ അഭിനയിക്കാൻ വിട്ടില്ലേ, ബിഗ് ബോസിൽ വിട്ടില്ലേ, അത് ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ലേ എന്ന് പറയും. ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിമകളല്ല, രണ്ടുപേർക്കും സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു ബലത്തിന് വേണ്ടിയിട്ട്, കുടുംബജീവിതം തകരാതിരിക്കാൻ, ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പലതും സഹിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ഭാര്യയാണേലും ഭർത്താവാണേലും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ കുഴപ്പമില്ലാതെ ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകും. അതായത് എന്തും ഭർത്താവിനോട് തുറന്നു പറയാൻ കഴിയണം, അങ്ങനെ ഒരാളാവണം ഭർത്താവ്. അതുപോലെ തന്നെ ഭാര്യയോട് എന്ത് കാര്യവും തുറന്നു പറയാൻ കഴിയണം, തുറന്നു പറയണം. രണ്ടു പേർക്കിടയിലും മറവുകളോ ഒളിവുകളോ ഇല്ലാതെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മൂഡിൽ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകും. പക്ഷേ ഈ വഴക്കും അടിയുമൊക്കെ ഇനി ഏത് ആൾക്കാരുടെ ഇടയിലും ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല. എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നറിയോ, ഈ സജിന ഇപ്പോൾ കുറേ തുറന്നു പറച്ചിലുകൾ നടത്തിയല്ലോ, അതൊക്കെ സത്യത്തിൽ വാസ്തവം തന്നെയാണ്. ഒരു സ്ത്രീയായ ആൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു അടിമത്തം നിറഞ്ഞ ഒരു ലൈഫായിരുന്നു. അതായത് ഭർത്താവിന് താഴെ ഭാര്യ, അതുപോലെ എന്ത് ചെയ്യണമെങ്കിലും ഭർത്താവിൻ്റെ അനുവാദം വേണം, അങ്ങനെയുള്ള ചില ഭർത്താക്കന്മാരുണ്ടല്ലോ. ആ ഒരു ക്യാരക്ടറായിരുന്നു ഈ ഫിറോസിന്. കാരണം ബിഗ് ബോസ് കണ്ടവർക്ക് നല്ലതുപോലെ മനസ്സിലാകും. കാരണം ബിഗ് ബോസിൽ ഭയങ്കര മൂഷ്ടാട്ടക്കാരനായിരുന്നു, കർക്കശക്കാരനായിരുന്നു. എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനും വഴക്ക്, നമുക്ക് ഇറിറ്റേറ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഈ ഫിറോസിൻ്റേത്. ഞാൻ ആ സീസൺ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ ഈ സജിന ഇയാളെ സഹിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഈ സജിന ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ ആ ബിഗ് ബോസിൽ നിന്ന് പുറത്താകേണ്ടി വരില്ലായിരുന്നു, ബിഗ് ബോസിൽ തുടരാമായിരുന്നു. പക്ഷേ ഫിറോസുമായിട്ട് വന്നതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് അവിടുന്ന് പുറത്താകേണ്ടി വന്നത് എന്ന് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്കും നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തൊരു ക്യാരക്ടർ തന്നെയായിരുന്നു ഈ ഫിറോസ് അവിടെ കാഴ്ചവെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കറക്റ്റ് ആണെങ്കിൽ സജിനയെ പൂവിട്ട് പൂജിക്കണം. പലരും സജിനയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടു, ഫിറോസിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടു. ഈ ഒരു ഡിവോഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ അവിഹിതം എന്നുള്ള സംഭവം അവിടെ വരും, അവിഹിതത്തിൻ്റെ പേര് വരും. അപ്പം ഈ പറയാൻ കാര്യം, ഇപ്പം സജിനയും റസൂൽ പൂക്കുറ്റിയും തമ്മിൽ പ്രണയമാണ്, അവിഹിതമാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലാക്കിയത് ഇവിടെ സജിനയെ കുറ്റപ്പെടുത്തിയിട്ട് ഫിറോസിനെ വെള്ള പൂശാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്.
അതിപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ സജിന പറയുന്നതൊക്കെ നമ്മൾ കൂട്ടി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെറും ഊഹാപോഹമൊന്നുമല്ല. ഒരു സ്ത്രീ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വളരെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് സജിന പറഞ്ഞ കാര്യങ്ങൾ. കാരണം വെച്ചാൽ ഒരു സ്ത്രീക്ക്, ഈ കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് ഈ വക കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം ആഴമുണ്ടെന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ ഇപ്പോൾ സജിന പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സജിനയ്ക്കെതിരായിട്ട് സൂര്യ വന്നിട്ടുണ്ട്, അതായത് ബിഗ് ബോസ് താരം. സജിന പറഞ്ഞായിരുന്നല്ലോ ഒരു മുൻ ബിഗ് ബോസ് താരമായിട്ട് ഫിറോസിന് മറ്റൊരു രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു, സിഗരറ്റ് വലിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഒക്കെ കണ്ണാടിയിലൂടെ സജിന കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് താനല്ല എന്നും പറഞ്ഞിട്ട് സൂര്യ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൂര്യയാണെന്ന് മറ്റുള്ളവർ ഊഹിച്ചങ്ങെടുത്തു. സജിന ആരുടെയും പേര് വെളിപ്പെടുത്തിയില്ല കേട്ടോ. ഒരു മുൻ ബിഗ് ബോസ് താരം എന്ന് പറയുമ്പോൾ ഈ സൂര്യയും ഈ ഫിറോസും തമ്മിൽ മുമ്പ് ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിരുന്നു, നല്ല കൂട്ടൊക്കെ ആയിരുന്നു ഇവർ. അപ്പം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവർക്ക് നേരത്തെ പരിചയമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അത് സൂര്യയാണെന്ന് അങ്ങ് ഉറപ്പിച്ചായിരുന്നു. അപ്പോൾ അത് താനല്ല എന്നും പറഞ്ഞിട്ട് ഒരു വെളിപ്പെടുത്തലുമായിട്ട് സൂര്യയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഫിറോസും ഈ സജിനയും കാണിക്കുന്നത് ആനമണ്ടത്തരമാണ്. സാധാരണ ഒരു ഡിവോഴ്സ് കഴിയുമ്പോഴാണ് ഇതുപോലെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലും പഴിചാരലും ഒക്കെ ഉണ്ടാവുന്നത്. ഇതിവർ ഡിവോഴ്സായി പരസ്പരം ആരെയും കുറ്റം പറയാതെ സജിന ഫിറോസിക്കായി എന്നായിരുന്നു വിളിക്കുന്നത് ഈ കുറച്ച് ദിവസം മുമ്പ് വരെയും. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ ഈ നമ്മുടെ മഞ്ജു വാര്യരും ദിലീപും ഒക്കെ ഡിവോഴ്സായിട്ട് ഇതുവരെയും അവർ പരസ്പരം ഈ സോഷ്യൽ മീഡിയ കുറേ ഗോസിപ്പ് ഉണ്ടാക്കുന്നതല്ലാതെ അവർ പരസ്പരം ചെളിവാരി എറിയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഈ ഫിറോസും സജിനയും. ഡിവോഴ്സ് ആയിട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയോ ചെളിവാരി അറിയോ എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആയേ എന്നൊന്നും പറയുന്നില്ലായിരുന്നു. അത് 100% നല്ലൊരു കാര്യം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ കൊണ്ടിട്ടിട്ട് ആൾക്കാർ അതെടുത്ത് ആഘോഷിക്കും എന്നല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് തീരുമാനമെടുത്ത് അത് നിയമപരമായിട്ട് ബന്ധം പിരിഞ്ഞു, രണ്ടുപേരും രണ്ട് വഴിക്കായി. ഇനി ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരും നല്ല രീതിയിൽ നോക്കുക എന്നുള്ളതേ ഉള്ളൂ അടുത്ത മാർഗം. ഇനി സജിനയുടെ വഴിയിൽ ജീവിക്കട്ടെ, ഫിറോസിൻ്റെ വഴിയിൽ ജീവിക്കട്ടെ. അപ്പം ഇവിടെ ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് പരസ്പരം ഇവർ നാറുകയാണ്. ഈ കുടുംബം നാറിക്കൊണ്ടിരിക്കുകയാണ്. ഫിറോസ് സജിനെ കുറ്റം പറയുന്നു, സജിന ഫിറോസിനെ കുറ്റം പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തന്നെയാണ് നാറുന്നത്. ഈ മീഡിയക്കാർ ഇതെടുത്ത് ആഘോഷിക്കും. അപ്പോൾ എന്തായാലും വളരെ മോശമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടുപേരും പരസ്പരം സംസാരിച്ച് ഈ ഒരു പ്രശ്നം നിങ്ങൾ തന്നെ തീർത്തില്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത തലത്തിലേക്ക് മീഡിയക്കാർ ഇത് കൊണ്ടുപോകും. ഇപ്പം തന്നെ പല രീതിയിലുള്ള പോസ്റ്ററുകളും പല രീതിയിലുള്ള വീഡിയോസും ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം ആ മക്കളെ ഓർത്തെങ്കിലും നിങ്ങൾ ഈ ചെളി വാരി എറിയുന്നത് നിർത്തിയിട്ട് പരസ്പരം നിങ്ങൾ പറഞ്ഞ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം സജിനയുടെ ഒരു വിവാദം വന്നപ്പോഴത്തേക്ക് ഫിറോസ് ആ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത്. ആ ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നപ്പോഴും സജിന ഫിറോസിക്ക എന്ന് വിളിച്ചിട്ടാണ് സംസാരിച്ചത്. ഫിറോസിനെ എവിടെയും കുറ്റം പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ആ തൊട്ടടുത്ത നിമിഷം തന്നെ ഫിറോസ് കർമ്മ എന്നും പറഞ്ഞിട്ട് സജിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സജിനയ്ക്ക് ഒരു അവിഹിതമുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു വെളിപ്പെടുത്തലുമായിട്ടൊരു വീഡിയോ ഇട്ടതാണ് ഇത്രയധികം വിവാദങ്ങൾക്ക് കാരണമായത്. അപ്പോൾ രണ്ടുപേരും കൂടി ആലോചിച്ച് ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത തലത്തിലേക്ക് മീഡിയക്കാരും എല്ലാം ഇത് കൊണ്ടുപോകും. ഇപ്പം തന്നെ എവിടെ നോക്കിയാലും നിങ്ങളുടെ വിഷയങ്ങളാണ്. ഈ അന്ന് ചെളിവാരി എറിയാതെ ഇന്ന് ചെളിവാരി എറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോൾ സജിനയ്ക്ക് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരാളെ സ്നേഹിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഫിറോസിനും അത് തന്നെ. കാരണം നിയമപരമായിട്ട് വേർപിരിഞ്ഞ രണ്ട് വ്യക്തികളാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവളാരെ കെട്ടി ഇവനാരെ കെട്ടി എന്ന് നോക്കേണ്ട യാതൊരു കാര്യവും ഇല്ല, അതിന് ഒരു അധികാരവും ഇല്ല. അപ്പം ഇത് നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്രശ്നം വഷളാക്കാതെ ഇപ്പം തന്നെ ഇത് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചിട്ട് ഇവരുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.